കോഴിക്കോട് മുക്കം പീഡനശ്രമ കേസിലെ പ്രതിയെ തെളിവെടുപ്പിനിടെ കൈകാര്യം ചെയ്ത നാട്ടുകാർ. പീഡനശ്രമം ചെറുക്കുന്നതിനിടെ പെൺകുട്ടി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയ സംഭവത്തിൽ ലോഡ്ജ് ഉടമ ദേവദാസുമായായിരുന്നു തെളിവെടുപ്പ്. 3 പ്രതികളും ഇരയുടെ താമസ സ്ഥലത്തെത്തിയതിന് തെളിവുകളുണ്ടെന്ന് താമരശ്ശേരി ഡിവൈഎസ്പി എ.പി. ചന്ദ്രൻ പറഞ്ഞു. മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിനിടെയാണ് 1-ാം പ്രതി ദേവദാസൻ പിടിയിലാകുന്നത്. അഭിഭാഷകനെ കാണാനായി കൊച്ചിയിലേക്കുള്ള ബസ് യാത്രയ്ക്കിടെ കുന്നംകുളത്ത് വെച്ച് പ്രതിയെ പോലീസ് പിടികൂടി. ഇയാളെ കാർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് പോയത്. അപ്പം നമ്മളെ അത് ട്രെയിനിൽ പോയി എന്നുള്ള തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാകാം. പിന്നെ ബസ്സിൽ പോയി എന്നുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടി. ബസ്സിലെ ടിക്കറ്റും മറ്റു കാര്യങ്ങളും വെരിഫൈ ചെയ്തു. ഇയാളെ പോയ ബസ് ഞങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെ ഓൺ ദ വേയിൽ ഞങ്ങൾ ആ കണ്ടക്ടറെ കൊണ്ട് ഐഡന്റിഫൈ ചെയ്യിപ്പിച്ചിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യായിരുന്നു. മുക്കം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്ത ശേഷം പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി. സംഭവസ്ഥലത്തേക്ക് BJP പ്രതിഷേധവുമായി എത്തി. പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളുമുണ്ടായി. പ്രതിക്ക് CPM ബന്ധമുണ്ടെന്നാണ് BJPയുടെ ആരോപണം. കൃത്യമായി ഭരണത്തിലുള്ള പാർട്ടിയുടെ ഇടപെടലും അവരുടെ സംരക്ഷണയിലുമാണ് ഈ പ്രതി കഴിയുന്നത് എന്നുള്ള കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് സംശയമില്ല. കൂട്ടുപ്രതികളായ സുരേഷിനെയും റിയാസിനെയുമാണ് ഇനി പിടികൂടാനുള്ളത്. ഇരുവരും ഉടൻ തന്നെ പിടിയിലാകുമെന്നാണ് സൂചന. പീഡന ശ്രമം ചെറുക്കാനായി കെട്ടിടത്തിൽ നിന്നും ചാടിയ പെൺകുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ദൃശ്യ പുതിയടത്ത്, മീഡിയ 1, കോഴിക്കോട്.